ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, മുട്ടയുടെ റെസിപ്പിയാണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ, ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും മാത്രമല്ല കേട്ടോ, ഇടിയപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ടക്കറിയാണ്. ഉണ്ടാക്കാൻ വളരെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലാതെ വേറെ ഒന്നും ഇതിലേക്ക് എക്സ്ട്രാ വേണ്ടി വരില്ല. തേങ്ങാപ്പാൽ പോലും വേണ്ട, തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പൊതുവെ കമൻറ്റ്സ് തരാറുണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാൽ പോലും ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു മുട്ടക്കറി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഉടച്ചൊഴിച്ച മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 ചെറിയ സവാളയേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള, ഈ ഒരു വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പം എന്ന് പറയാൻ പറ്റില്ല, മീഡിയം വലിപ്പത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഞാൻ 3 മുട്ടയും എടുത്തിട്ടുണ്ട്. മുട്ട വേവിച്ച മുട്ടയല്ല, വേവിക്കാത്ത മുട്ടയാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിൽ പച്ചമുളകൊന്നും വേണ്ട കേട്ടോ, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ആദ്യം സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ 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 ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, തക്കാളി അരച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. പിന്നെ ഈ കറിയിലേക്ക് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മല്ലിയില. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി അടുപ്പിച്ച് വെച്ചോളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സവോള ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി മിക്സിയിലൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരയേണ്ട, ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് നമ്മുടെ പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സവോള മുഴുവൻ വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക തൊലി ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് മീൻസ് ജസ്റ്റ് ഒന്ന് തൊലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1 പീസ് പട്ട എടുത്തിട്ടുണ്ട്. പട്ട ഒന്ന് 2ആയിട്ട് ഒടിച്ച് ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ചൂടായി വരാനായിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചൂടായി ഇതിൻ്റെ എല്ലാം ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങണം. അതിനാണ് നമ്മൾ ആദ്യമേ ഈ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ, ചൂടുവെള്ളം ചേർക്കാം. ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ 2-ാം പാലം 1-ാം പാലം എന്നൊക്കെ പറഞ്ഞ് 2-3 പാലൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. 1-ാം പാലം ഒന്ന് നേർപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ഇന്ന പാല് തന്നെ ചേർക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ഏലക്കൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതുപോലെ ഇഞ്ചി പോലെ തന്നെ ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. പച്ചമുളക് ചേർക്കാതെ ഇരിക്കുമ്പോൾ മുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു കളർ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി വേണ്ട എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം, അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത്. സവോള എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി വഴറ്റി എടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് സവോളയുടെ കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇത് മാത്രമേ ഈ ഒരു കറിയിൽ കൂടുതൽ ടൈം എടുക്കുന്നൊരു പ്രോസസ്സുള്ളൂ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ ആവണ്ട, ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. സവോള ഒന്ന് ബ്രൗൺ ആയി തുടങ്ങട്ടെ. അപ്പുറത്തെ ബർണറിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കട്ടെ. അത്രേ കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഈ പറയുന്ന അളവിലേക്ക് 3 മുട്ടയല്ല 4 മുട്ട വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ടയെ ചേർക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി,
1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ഞാൻ വറുക്കാതെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. വെറുതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ചാലും കുഴപ്പമില്ല, വറുക്കാതെ പൊടിച്ചാലും കുഴപ്പമില്ല. ഇനി ഈ മസാലകളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഇപ്പോൾ ചേർക്കരുത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ മസാലകളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, പൊടികൾ കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അതുവരെ. ഉപ്പ് ചേർക്കാതെയാണ് നമ്മുടെ സവോളയൊക്കെ വാട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മുട്ടയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്കും മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നമുക്കിനി മസാല റെഡിയായി വരുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം ഇളക്കി കൊടുക്കില്ല. അധികം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട ഉടഞ്ഞു പോകും. അതിനനുസരിച്ച് നമ്മൾ ആദ്യം മസാലയുടെ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് മാത്രം മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ വെള്ളത്തിന് പകരം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ, നമ്മുടെ തക്കാളി അരച്ചത്. അപ്പോൾ നമ്മുടെ തക്കാളിയും കുക്കായി വരും, നമ്മുടെ മസാലയും കുക്കായി വരും. ഇതുപോലെ അരച്ച് തക്കാളി ചേർത്ത് കഴിയുമ്പോൾ അപ്പോൾ തക്കാളിയുടെ ആ റോ ടേസ്റ്റ് മാറും, മസാലയുടെ റോ ടേസ്റ്റ് മാറിക്കിട്ടും. ഇനി തക്കാളിയിൽ നിന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് 2 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ. തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുത്തതല്ലേ, വേഗം തന്നെ കുക്കായി കിട്ടും. ഇനിയാണ് നമ്മുടെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം. തിളപ്പിച്ച വെള്ളം എന്ന് വെച്ചാൽ ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം വേണ്ട, ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം അത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഇതാ പാനിൻ്റെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ആയേക്കട്ടെ, അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ആയിക്കട്ടെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണ തെളിഞ്ഞ് വന്നില്ലെങ്കിൽ നമ്മുടെ തക്കാളി കറക്റ്റായിട്ട് കുക്കായില്ലെങ്കിൽ ആ പച്ച ചുവ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആവട്ടെ എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റേജിൽ മല്ലിയില ചേർത്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് മാത്രം മതി ഈ ഒരു സ്റ്റേജിൽ മല്ലിയില ചേർക്കൽ. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് അതിനേക്കാൾ 1 കപ്പും കൂടി കൂടുതൽ വെള്ളം ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടാണ് നമ്മൾ കറി എടുക്കുന്നത്. അപ്പോൾ ആ തിളച്ച് വറ്റി വരുന്നതനുസരിച്ച് നമ്മൾ മനസ്സിൽ കാണണം വെള്ളത്തിൻ്റെ അളവ്. അതുകൊണ്ട് 1 കപ്പ് വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുട്ട കുക്കാവാനുള്ളതല്ലേ, അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് കുറുകിയ കറിയായിട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല. അതുകൊണ്ട് ഇത്രയും വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവായിരിക്കും ഗ്രേവിയുടെ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പാകത്തിലുള്ള ഗ്രേവി മതി. പുട്ടിൻ്റെ കൂടെയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വേഗം തന്നെ തിളയ്ക്കും, ചൂടുവെള്ളം ആയതുകൊണ്ട്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങി, ഇതാ കണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി അല്ലാതെയും ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത്രയും ഗ്രേവി ഒന്നും വേണ്ട, ഇതിൻ്റെ പകുതി ഗ്രേവി മതി. ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ പകുതി ഗ്രേവി ആക്കിയിട്ട് പുഴുങ്ങിയ മുട്ട തൊലി മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. അപ്പോഴാണ് വേഗം കുക്കായി കിട്ടുക. ഈ ഒരു തിള നന്നായിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗങ്ങളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ വെച്ചിട്ട് നേരെ അടച്ച് വയ്ക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
5 മുതൽ 6 മിനിറ്റ് വരെ. അത്രയും ടൈം മതി നമ്മുടെ മുട്ട കുക്കായിക്കിട്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക മുട്ട കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ 6 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ മുട്ട കുക്കായി കിട്ടും. പൊട്ടിച്ചൊഴിച്ചതായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം പറയുന്നത്. അപ്പോൾ മുട്ട കുക്കായി വരുമ്പോൾ നമ്മൾ തിരിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല, തിരിച്ചിടാതെ തന്നെ മുട്ട റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് കുക്കായി വരട്ടെ. അതിനുശേഷം ബാക്കി നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് കുക്കാവട്ടെ. ഇപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയി, നമ്മുടെ മുട്ടക്കറി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്, അപ്പോൾ ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഇതിലേക്ക് ഇനി 1-2 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇതുപോലെ മേലെ ഒന്ന് വിതറി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില കുറച്ചെടുത്തിട്ട് അതും ഒന്ന് വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ പരിപാടി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇതാ കണ്ടോ, മുട്ടയൊന്നും സ്പ്രെഡായിട്ടൊന്നുമില്ല, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ റെസിപ്പി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എങ്കിലും ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.